ഇപ്പോൾ ദേ ഇനി നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗം കാണാൻ പോവുകയാണ്. ഓരോ ഹൗസ് ബോട്ടും ഓരോ ടൈപ്പിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 3-4 ഹൗസ് ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു. നമുക്കിതിൻ്റെ എല്ലാം അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. കല്ലുട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കിവിടെ കയറാനൊക്കെ പറ്റും, ഒരു കുഴപ്പമില്ല. നല്ല ആളുകളാണ്, സൂക്ഷിച്ചൊക്കെ കയറണം. അപ്പം അതിൻ്റെ ഉള്ളൊരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനോട് ചോദിച്ചിട്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇഴഞ്ഞങ്ങ് പോക്കോ, നീ എന്നെ പിടി. അതെ, ഇവിടെ പണിത് തുടങ്ങണുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ പൊളിച്ചിട്ടേക്കുവാണ്. അതാ കാണുന്നതാണ് ഡ്രൈവറുടെ റൂം ആക്കാൻ പോകുന്ന സ്ഥലം. മെയിൻ്റനൻസിലാണ്. ഞാൻ പറഞ്ഞല്ലോ ബോട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന്. അപ്പോൾ പണിതുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ, സ്വാഭാവികം. അപ്പോൾ ഇത് ഇങ്ങനെ വഴിയൊക്കെ ഉണ്ട്. ബെഡ്റൂമും ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് ഹൗസ് ബോട്ടിൻ്റെ മോൾ ഭാഗം. അപ്പോൾ ഇവിടെ കുറേ ഇരിക്കാനൊക്കെ ഫുൾ ചുറ്റും സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇതെല്ലാം മെയിൻ്റനൻസ് വർക്കിൽ കിടക്കുകയാണ്. ഒരു ഹാള് പോലെയാണ്. ഇതിൻ്റെ റൂഫിങ്ങൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോറാണെങ്കിലും അതെ, നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ. ഫുൾ AC ആക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇത് ഫുൾ ഓപ്പണാക്കി നമ്മൾ കായലിൽ കൂടെ പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിനൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. ഇത് ബാത്റൂമാണെന്ന് തോന്നുന്നു. ഇവിടെ മുകളിലൊരു കിച്ചണുണ്ട്. പിന്നെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങി നോക്കാം. മുകളിലത്തെ ഫ്ലോറുണ്ട്. ഇതൊക്കെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. ആ കാണുന്നതാണ് കായൽ. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഇത് ഈ വഴി കൊണ്ടുപോകും. ഇപ്പോൾ ഈ ഹൗസ് ബോട്ട് ഇറങ്ങുന്ന വഴി ഇതിനെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ നമുക്ക് താഴത്തോട്ട് പോകാം. ശരിക്കും നമ്മൾ താഴത്തെ ഫ്ലോറിൽ നിന്നാണ് കേട്ടോ മുകളിലേക്ക് കയറി വന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുകളിലത്തെ നില ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ താഴത്തെ ഭാഗം കാണാം. താഴത്തെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂമൊക്കെ ഉണ്ട് കണ്ടോ. എല്ലാം മെയിൻ്റനൻസ് വർക്കിലാണ്. ബാത്റൂമൊക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പാണ്. AC ഒക്കെയാണ്. ആയിരിക്കും സംഭവം. ഇതുപോലത്തെ 4 റൂംസ് ഉണ്ട് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ. ഇതുണ്ടോ, ഇതൊക്കെ ഫുൾ മെയിൻ്റനൻസ് വർക്കിൽ കിടക്കുക. ബാത്റൂമാണ് കാണുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു ഹൗസ് ബോട്ടാണ് കേട്ടോ. 4 റൂമൊക്കെ ഉണ്ട്. ഇതിനേക്കാളും കുറച്ച് റൂമുകളൊക്കെ ഉള്ള ഹൗസ് ബോട്ടുകളും ഉണ്ട്. ഇവിടെ ഇതും ബെഡ്റൂം തന്നെയാണ്, കണ്ടാൽ തന്നെ അറിയാം. ചെയ്ത് വരുന്നേ ഉള്ളൂ എല്ലാം. ഇതും ഒരു ബാത്റൂമാണ്. പിന്നെ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം 4 എണ്ണം ഉണ്ട് കേട്ടോ. 4 ബെഡ്റൂം ഉള്ള ഒരു ഹൗസ് ബോട്ടാണ്. അത് അത്യാവശ്യം വലിയ ഹൗസ് ബോട്ട് തന്നെയാണ്. കണ്ടോ, ഇവിടെ AC ഒക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ട്. അണ്ടർ കൺസ്ട്രക്ഷനിലാണെല്ലാം. ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു ഹൗസ് ബോട്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അവർക്ക് തീർക്കാറാക്കിയിട്ടാണ് ഒരു ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഞാൻ നോക്കിയിട്ട് മാർഗ്ഗമില്ല. അതിൻ്റെ അപ്പുറത്തൊരു ഹൗസ് ബോട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തു നിന്നാണ് വഴി. പിന്നെ ഇത് നടുക്കായിട്ടാണ് കിടക്കണേ. നമ്മൾ ഈ കോണി കയറി താഴത്തുനിന്ന് കയറി ഈ കോണി കയറിയിട്ട് അല്ലെങ്കിൽ കയറേണ്ടി വരും. നോക്കാം കയറാൻ പറ്റുമെന്ന്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ പുറത്തെടുക്കുന്ന ഒരു ഹൗസ് ബോട്ടാണെങ്കിൽ ഫുള്ള് ചില്ലൊക്കെ ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് കയറാൻ വേറെ നിർത്തിയില്ല. ഒരെണ്ണം സെൻറ്ററിലാണ് നടക്കുന്നത്. അങ്ങോട്ടേക്ക് ഇറങ്ങണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നൈസായിട്ട് ഇറങ്ങുവാണ്. ഇവിടെ വലിയ കുഴിയൊക്കെ കേട്ടോ താഴത്ത്. കാരണം ബോട്ടിൻ്റെ അടിഭാഗം താഴത്തോട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത്ര ഹൈറ്റിലാണ് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത്. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്.